നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ. ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച കരിവള്ളൂർ മുരളി നിങ്ങളോട് സംസാരിക്കുന്നു. കഴിഞ്ഞ 2 ദശകത്തിലധികമായി ഉത്തര കേരളത്തിലെ നാടകവേദികളിൽ ശ്രദ്ധേയമായ പാത്രാവിഷ്കാരങ്ങളിലൂടെ പ്രശസ്തിയിലേക്കുയർന്ന അഭിനേത്രി രജിത മധു അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു. മനുഷ്യത്വഭരിതമായ ഒരു സമൂഹം സ്വപ്നം കണ്ട് 1943 മാർച്ച് 29 കണ്ണൂർ സെൻട്രൽ ജയിലിലെ തൂക്കുകയറിൽ ജീവൻ സമർപ്പിച്ച കയ്യൂർ രക്തസാക്ഷി അബൂബക്കറിന്റെ ഉമ്മയാണ് ഈ നാടകത്തിലെ ഏക കഥാപാത്രം. കാലദേശങ്ങളുടെ അതിരുകൾ ഭേദിച്ച് കേരളം കടന്നുപോയ 60 വർഷങ്ങളിലെ ഉജ്ജ്വലമായ ചരിത്ര മുഹൂർത്തങ്ങളിലൂടെ ചരിത്രബോധത്തിന്റെ ഉയർത്തിപ്പിടിച്ച തീപ്പന്തം പോലെ പ്രേക്ഷകർക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഈ കഥാപാത്രം. അതെ മോനെ, കണ്ടക്കോര. നന്മകളുടെ വിളക്കുകൾ ഒന്നൊന്നായി കെട്ടുപോകുന്ന സാമ്രാജ്യത്വാധിപത്യത്തിന്റെയും മൂലധന ആക്രമണത്തിന്റെയും ജാതിമത വർഗീയ ഭ്രാന്തുകളുടെയും അന്ധകാരം ജനജീവിതത്തിന്റെ വഴികളിലെല്ലാം നിറയുന്ന ഈ കറുത്ത കാലത്തെ ചരിത്രബോധത്തിന്റെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിജീവിക്കാൻ അബൂബക്കറിന്റെ ഉമ്മ പുതിയ കാലത്തോട് വിളിച്ചു പറയുന്നു. ചരിത്രത്തോടും ജീവിതത്തോടുമുള്ള ഒരു കലാകാരിയുടെ രാഷ്ട്രീയ ദൗത്യം പ്രഖ്യാപിക്കുന്ന കലാരൂപമാണ് രജിത മധു ആവിഷ്കരിക്കുന്നത്. ഏകപാത്ര നാടകത്തിന്റെ സാധ്യതകളും പരിമിതികളും ഇതിന്റെയും ശക്തി ദൗർബല്യങ്ങൾ തന്നെ. നടപ്പുകാല ജീവിതത്തിന്റെ സങ്കടങ്ങളെക്കുറിച്ച്, നാടിന്റെ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന എല്ലാ മനസ്സുകളോടും ഞങ്ങൾ ഇത് പങ്കുവെക്കുന്നു. നാടകം തുടങ്ങുകയാണ്. അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു. ഹലോ 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 ഹലോ. സ്നേഹമുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു നാടകത്തിൽ ഈ കാണുന്ന വേഷത്തിൽ സത്യമായും നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കില്ല, അല്ലേ? ഈ വേഷങ്ങൾ ഒന്നൊന്നായി ഉപേക്ഷിക്കാനുള്ളതാണ്. അരങ്ങത്ത് വെച്ച് തന്നെ ഒരു കൂടുമാറ്റം. ഞാൻ രജിത മധു. കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നിലാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ താമസിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ തളിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. 25 വർഷമായി ഞാൻ ഈ അരങ്ങിലേക്ക് എത്തിയിട്ട്. 300ഓളം കഥാപാത്രങ്ങളും 4000-ലധികം വേദികളും പിന്നിട്ടു. എൻ്റെ കുടുംബത്തെക്കുറിച്ച്, എൻ്റെ ഭർത്താവ് മധു വെങ്ങര, അരങ്ങിലും ജീവിതത്തിലും എന്നെ തളരാതെ കൈപ്പിടിച്ചുയർത്തിയ തുണ, എൻ്റെ ജീവിതത്തിൻ്റെ താളമായി തീർന്ന സംഗീത കലാകാരൻ, ഞങ്ങളുടെ മക്കൾ മിഥുൻ രാജ്, തില്ലാന. നാടകം തുടങ്ങുന്നതിന് മുൻപ് നാടകത്തെക്കുറിച്ച് ഒരൽപ്പം. കേരളത്തിൻ്റെ ചരിത്രത്തെ ഇന്നും പിടിച്ചു കുലുക്കുന്ന ഉജ്ജ്വലമായൊരു കർഷക മുന്നേറ്റമാണ് കയ്യൂർ സമരം. പഴയ തെക്കൻ കർണാടകത്തിൽ നീലേശ്വരത്തിനടുത്ത പ്രദേശമാണ് കയ്യൂർ. തേജസ്വിനി നദിയുടെ കരയിൽ ജന്മി നാടുവാഴുത്ത നുകങ്ങൾക്കിടയിൽ
നരകതുല്യമായ ജീവിതം നയിച്ചു വന്ന ഒരു സാധാരണ ഗ്രാമം. അവിടുത്തെ മനുഷ്യരെ കർഷക സംഘവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്ന് അവകാശബോധത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു. 1941 മാർച്ച് 30 നീലേശ്വരം കോവിലകത്തേക്ക് ഒരു കർഷക ജാഥ നയിക്കുവാൻ അവർ ഒരുക്കം കൂട്ടി. പക്ഷേ മാർച്ച് 28 പുലർച്ചെ കയ്യൂരിലെ പ്രധാന കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് ഭീകരമായി മർദ്ദിച്ചു. പിറ്റേന്ന് നടന്ന പ്രതിഷേധ ജാഥയുടെ മുന്നിലേക്ക് വന്നുപെട്ട മർദ്ദകവീരനായ പോലീസുകാരൻ സുബ്രായന്റെ നേർക്ക് ജനങ്ങളുടെ പ്രതികാരവും പ്രതിഷേധവും ആളിക്കത്തി. അടിയും മേറും സഹിക്കാതെ പുഴയിലേക്ക് എടുത്തു ചാടിയ ആ പോലീസുകാരൻ കൊല്ലപ്പെട്ടു. ഈ കേസിൽ പ്രതികളാക്കപ്പെട്ട കയ്യൂരിൻ്റെ ഓമനകളായ മടത്തിലപ്പു, കോയിത്താറ്റിൽ ചിരുകണ്ഠൻ, പൊടോര കുഞ്ഞമ്പു നായർ, പള്ളിക്കാൽ അബൂബക്കർ എന്നീ 4 യുവാക്കളെ 1943 മാർച്ച് 29 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു. ഇല്ല, കയ്യൂരിനെ നമ്മൾ മറന്നിട്ടില്ല, ഒരിക്കലും മറക്കുകയുമില്ല. ആ 4 യുവാക്കളിൽ ഒരാളുടെ പേർ അബൂബക്കർ. അബൂബക്കറിന്റെ ഉമ്മയാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ ഈ ഞാൻ. അതെ, ഇനി നാടകമാണ്. അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു, ഉമ്മ ഉമ്മ മോനെ അവക്കറേ, മോനെ അവക്കറേ. തന്നാനോ തന്നാനോ തന്നിന്നം താരിന്നം 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 താരാരോ തന്നിന്നം താരിന്നം 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 താരാരോ തന്നിന്നം താരിന്നം 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 താരാരോ തന്നിന്നം താരിന്നം 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 താരാരോ. മാരിമഴകൾ ചൊരിഞ്ചേ വയലെല്ലാം വെള്ളം നിറഞ്ചേ കുഞ്ചത്തേവി കൈകുഴഞ്ചേ വിത്തിട്ട് കണ്ടം നിറഞ്ചേ വിത്തെല്ലാം പൊട്ടി മുളച്ചേ പച്ചച്ച കണ്ടം ചിരിച്ചേ ഞാറിട്ട് കണ്ടം നിറച്ചേ നെല്ലിങ്ങ് മുറ്റിത്തഴച്ചേ വിത്തെല്ലാം പൊട്ടി മുളച്ചേ പച്ചച്ച കണ്ണം ചിരിച്ചേ ഞാറിട്ട് കണ്ണം നിറച്ചേ നെല്ലിങ്ങ് മുറ്റിത്തഴച്ചേ തന്താനോ തന്താനോ താതിന്നം 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 താരാരോ തന്നിന്നം താനിന്നം താരിന്നം 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 താരാരോ തന്നിന്നം താനിന്നം താരിന്നം 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 താരാരോ. ഉമ്മ 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 ആരാത്? കുഞ്ഞനന്ദനാ, കുഞ്ഞിക്കളും ഉണ്ടല്ല, കണ്ടക്കോരനും ഉണ്ടാ. ബാ മക്കളെ ബാ, ബെരി മക്കളെ ബെരിന്ന്. നിങ്ങൾ ആരാ മക്കളെ വിളിക്കുന്നത്?
അബൂബക്കറിന്റെ ഉമ്മേനെയാ വിളിക്കുന്നത്. ഉമ്മ പോയിട്ട് കാലമെത്രയായി. പക്ഷേ ഒന്ന് നേരാ, ഇതെല്ലാം ഒന്നൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേറെ ആരാ ഉള്ളത്? ഈ ഉമ്മയല്ലാണ്ട്. ഈ കണ്ണ് രണ്ടും എന്തെല്ലാം കണ്ടു, എന്തെല്ലാം അനുഭവിച്ചു. പക്ഷേ ഇപ്പൊ ഒരുത്തനും ഒരു വസ്തു ഓർമ്മയില്ല. ഒരു വസ്തു ഓർമ്മയില്ലാന്ന് എല്ലാം അങ്ങോട്ടും മറന്നു. ഓർമ്മിക്കാനല്ലേ വിഷമം, മറക്കാൻ എന്തെളുപ്പല്ലേ? വെറുതെ അങ്ങോട്ട് മറന്നാ പോരെ. ഓർമ്മകളുണ്ടായിരിക്കണം കൂട്ടരെ, ഓർക്കുവാൻ എന്തെന്തു കൂട്ടമുണ്ടോർക്കണം. ഓർമ്മകളുണ്ടായിരിക്കണം കൂട്ടരെ, ഓർക്കുവാൻ എന്തെന്തു കൂട്ടമുണ്ടോർക്കണം. ആരെ വിതച്ചതി കണ്ടങ്ങളെന്നും, ആരെ കൊയ്തതി കണ്ടങ്ങളെന്നും, ആരെ വിതച്ചതി കണ്ടങ്ങളെന്നും, ആരെ കൊയ്തതി കണ്ടങ്ങളെന്നും. ഓർമ്മകളുണ്ടായിരിക്കണം കൂട്ടരെ, ഓർമ്മകൾ ഓർമ്മകൾ ചൂരുള്ളൊരോർമ്മകൾ. എന്താ മനുഷ്യന്മാരെ കാട്ടണേ? ഞമ്മള് പറയുന്നത് ഒന്ന് കേൾക്കാ. മനുഷ്യനെ വെറുതെ വിടരുത്. നിർത്ത്. ഭാരം കൊടുക്കാൻ പാടില്ല എന്ന് കുടിയാന്മാരോട് കൂട്ടം കൂടി പറഞ്ഞല്ലേ ഒരു മനുഷ്യനെ നിങ്ങൾ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? നിർത്തു പന്നികളെ, നിർത്തുന്നു. മക്കളെ, നമ്മള് കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോ നീലേശ്വരം കോവിലകത്തെ തമ്പ്രാക്കന്മാര് ചവിട്ടിക്കൊന്നു പൊട്ടക്കിണറ്റിലെറിഞ്ഞ ശവം ദാ ഈ നിൽക്കുന്ന കുഞ്ഞിക്കാളുവിന്റെ അച്ഛന്റെ വീർത്ത് പൊന്തിയ ശവം ഞമ്മള് കണ്ട് മക്കളെ, ഞമ്മള് കണ്ട്. ഓർമ്മകളുണ്ടായിരിക്കണം കൂട്ടരെ, ഓർക്കുവാൻ എന്തെന്തു കൂട്ടമുണ്ടോർക്കണം. ആരെ വിതച്ചതി കണ്ടങ്ങളെന്നും, ആരെ കൊയ്തതി കണ്ടങ്ങളെന്നും. ഓർമ്മകളുണ്ടായിരിക്കണം കൂട്ടരെ, ഓർമ്മകൾ ഓർമ്മകൾ ചൂരുള്ളൊരോർമ്മകൾ. നീയാ മോളെ ഉസിരുള്ള പെണ്ണ്. തായക്കാട്ടു മനക്കലെ തമ്പ്രാനായാലെന്താ, സാക്ഷാൽ പടച്ചമ്പരാൻ തന്നെ ആയാലെന്താ? തോന്നിയാസത്തിന് വന്ന ഓന്റെ ആ ഇളമത്തം പോലുള്ള മോത്ത് നോക്കി കാർക്കിച്ചറ്റ തുപ്പ്. നിനക്കേ കയ്യൂ, നീയാ പെണ്ണ്. ആ അതെ മോനെ കണ്ടക്കോര,
നീ അന്ന് തീരെ ചെറിയോനാ. നിന്റെ അമ്മ മാണിക്യത്തിന്റെ പുറത്ത് തട്ടി ചിരിച്ചതാ ഞമ്മളന്ന്. പിന്നെ ഞമ്മള് കണ്ടത് മനക്കല കൊളപ്പുരേന്റെ പടയില് ഉടുത്ത പട മുഴുവൻ ചോരയില് മുങ്ങി ചത്ത് കിടക്കുന്നോളെയാ. നിന്റെ അമ്മ മാണിക്യത്തിന്റെ എന്റെ റബ്ബേ. എന്തെല്ലാം നമ്മൾ കണ്ട്, എന്തെല്ലാം നമ്മൾ അനുഭവിച്ചു റബ്ബേ. ഈ നിൽക്കുന്ന കുഞ്ഞനൻ തന്റെ അച്ചാച്ചൻ കല്യാട്ടശമാനന്റെ കാര്യസ്ഥന്മാരെ തെങ്ങില് വരിഞ്ഞു കെട്ടി അടിച്ചടിച്ച് പുറത്ത തോല് പൊളിച്ചത്. എന്നിട്ട് പുറത്ത് മുഴുവൻ പച്ചപ്പറങ്കി അരച്ച് തേച്ചത്, കൊന്നത്, തീ വെച്ചത്, ചുട്ടത്, മാനം കെടുത്തിയത്, എന്തെല്ലാം നമ്മൾ കണ്ട്, എന്തെല്ലാം നമ്മൾ അനുഭവിച്ച് റബ്ബേ, എന്തെല്ലാം നമ്മൾ അനുഭവിച്ച്, എന്തെല്ലാം നമ്മൾ അനുഭവിച്ച്, എന്തെല്ലാം നമ്മൾ. ചത്ത് മണ്ണായിട്ടും വിട്ടുപോവാണ്ട് ഒരു പാട്ടവളക്കും കത്തിച്ച് വെച്ചിട്ട് വെറുതെ ആ ഉമ്മയുടെ കാവലിരിക്കുന്നു. ഇതെല്ലാം ഒന്ന് നിങ്ങളോട് പറയാൻ വേറെ ആരാളുള്ളത്? ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ മക്കളെ എന്റെ മോൻ ഔവക്കറും അപ്പവും ചെറുകണ്ടനും കുഞ്ഞപ്പൂവും കൂടി കർഷക ശങ്കോ എന്നും പറഞ്ഞ് നടന്നത്. പാവന്റെ കുഞ്ഞിള്, പാവന്റെ കുഞ്ഞിള്. എഴുന്നേൽപ്പിൻ നിങ്ങൾ തനി പട്ടിണിത്തടവുകാരെ, എഴുന്നേൽപ്പിൻ മണ്ണിൽ കഷ്ടപ്പെടുന്നവരെ, നീതിബോധമാധിക്ഷേപിച്ചിടിനാദം മുഴക്കുന്നു, കൂടുതൽ നല്ലൊരു ലോകം പിറക്കുകയാ. എഴുന്നേൽപ്പിൻ നിങ്ങൾ വിളിച്ചു കൊടുക്കടാപ്പു, വിളിച്ച് നടക്കിയ മക്കളെ. നിങ്ങൾ നടന്നോളിന്ന് നമ്മൾ ആടിയെത്തും. ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞില്ല മക്കളെ. മുറ്റടിച്ച് വാരാണ്ട് ചോറും കൂട്ടാനും വെക്കാണ്ട് നിങ്ങൾ നടന്നോളിന്ന്. നിങ്ങൾ ആടിയെത്തുമ്പേക്ക് നമ്മൾ ആടിയെത്തും. ദാപ്പോ അപ്പുറത്ത് നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും എടുത്തോളി. വെള്ളവും കുടിച്ച് നല്ല ഉറക്കം വിളിച്ച് നടന്നോളി മക്കളെ. നമ്മളാടെ എത്തും പിള്ളേരെ, നിങ്ങള് നടന്നോളിന്ന്. ആ നടന്നോളി. എന്റെ മക്കളെ അവിടെ കിടക്കിന്ന്, അവിടെ കിടക്കാൻ ഞമ്മള് വരില്ലെന്ന് നോക്കി മക്കളെ. ഞമ്മക്കൊരാടുണ്ട്, അതിന് കുറച്ച് പ്ലാവിന്റെ ഇല പൊട്ടിച്ചു കൊടുക്കണം. അതിനിക്ക് ഞമ്മളല്ലേ ഉള്ളൂ. നിങ്ങൾ നടന്നോളിന്ന്, ഞമ്മളാടി എത്തൂന്ന്. നിങ്ങൾ നടന്നോളി. റബ്ബേ, നേരെ മോന്തിയായ പഠിച്ചോനെ. അല്ലാ, നമ്മളെ കോയിനെ കൂട്ടിയിട്ടില്ല പഠിച്ചോനെ. നമ്മളെ കോയി നിങ്ങളെ വലിയ നോടാന്ന് ഞമ്മളെ കൊണ്ടാവൂല. നേരെ മോന്തി ആവുമ്പോ കൂട്ടി നിങ്ങൾക്ക് ഇങ്ങോട്ട് നടക്ക പിള്ളേരെ. ഇങ്ങോട്ട് നടക്ക്, അങ്ങോട്ട് നടക്ക. അവിടെ കിടക്കി മക്കളെ. ഇങ്ങോട്ട് പോ പിള്ളേരെ, അവിടെ കിടക്കി. എന്റെ റബ്ബേ, ഞമ്മള് വരണിന്റെ റബ്ബേ. ഇനി എന്തൊക്കെ പണി കിടക്കണ പഠിച്ചോനെ. അല്ലാ എന്റെ റബ്ബേ.
എന്താണ് പിള്ളേർ ഇങ്ങക്ക്? എന്തിനാണ് വെറുതെ അവിടെ കിടന്ന് അലറണത്? എന്താണ് പിള്ളേർ ഇങ്ങക്ക്? നമ്മളെന്തായി കാണു പഠിച്ചോനെ? അല്ലാ അല്ലാ, ഇന്റെ മക്കളെ പിടിക്കാൻ വന്ന പറഞ്ഞ ശൈത്താനെ നമ്മളിന്ന് നമ്മളിന്ന് ശരിയാക്കി തരാം. നമ്മളിന്ന് ഇന്റെ മക്കളെ ഓർത്തു ഓർത്തു. ഇന്റെ റബ്ബേ, ഇന്റെ മക്കളെ പിടിക്കാൻ വന്ന ഹറാം പറഞ്ഞ ശൈത്താനെ ഞമ്മള് ഞമ്മള് വിടൂല. ഇന്റെ മക്കളെ പിടിക്കാൻ ഒരുത്തനെയും ഞമ്മള് സമ്മതിക്കൂല. തിരിഞ്ഞിട്ടില്ല എനിക്ക്. അല്ലാ, എന്റെ മക്കളവിടെ കിടന്നോളി. എന്റെ മക്കളവിടെ കിടന്നോളി. ഞങ്ങളെ ആരും പിടിക്കൂല. അല്ലാ, അല്ല ഉമ്മയോടത് പറയാ. ആരാത്? പറയാല്ലേ പറയാന്നെ വരൂ. എന്റെ റബ്ബേ, ഇതാരി സഖാവ് കൃഷ്ണപിള്ളിയാ? ഹലോ, കുഞ്ഞമ്പു മാഷും ഉണ്ടല്ല. ബെരി സഖാവേ, ബെരി സഖാവേ. എന്താപ്പ ഈ നേരത്ത്? അല്ലാ, എന്താപ്പ ഈ നേരത്ത് രണ്ടാളും? അല്ലാ, സഖാവേ, എന്തായി നമ്മളെ മക്കളെ കാര്യം? എൻ്റെ മക്കള് അവക്കറിൻ്റെയും അപ്പൂൻ്റെയും ചിരുകണ്ഠൻ്റെയും കുഞ്ഞമ്പൂൻ്റെയും കാര്യം എന്തായി സഖാവേ? ഒന്ന് പറ. സഖാവ് പറഞ്ഞു, എന്തായാലും നമ്മൾ താങ്ങും. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ താങ്ങും. കട്ടിട്ടും ചതിച്ചിട്ടും കൊന്നിട്ടും ഒന്നും അല്ലല്ല ഇന്റെ മക്കള് ജയിലിൽ പോയേ. സഖാവ് പറഞ്ഞു. പറ സഖാവേ. സഖാവേ, സഖാവേ, എന്റെ റബ്ബേ, ഇത് ഞമ്മക്ക് താങ്ങാനാവൂല സഖാവേ, ഇത് ഞമ്മക്ക് താങ്ങാനാവൂല. ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. ഉമ്മ, ഉമ്മ എഴുന്നേൽക്ക്, ഞങ്ങൾ കൂടെ ഉണ്ട്. എന്റെ പൊന്നു മക്കൾക്ക് ഗതി വന്നല്ലോ. എഴുന്നേൽക്കുമ്മ, എഴുന്നേൽക്കുമ്മ. ഉമ്മ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട്. എഴുന്നേൽക്ക്. അപ്പൂനെ ഒരു തൂക്കിക്കൊന്ന് അപ്പൂനെയും ചിരുകണ്ഠനെയും കുഞ്ഞമ്പൂനെയും കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് തൂക്ക് കയറി മുറുകുന്നത് വരെ എങ്കിലാപ്പ് വിളിച്ചിട്ട് എന്റെ മോനവക്കറ് ഓം പോയി മക്കളെ, ഓം പോയി. അന്ന് ചെക്കനായോണ്ട് തൂക്കാണ്ട് വിട്ട ചൂരിക്കാടൻ കൃഷ്ണൻ വരെ പോയി. പക്ഷെങ്കിലേ പോയിട്ടും പോയിട്ടും ഈ കയ്യൂരുന്ന് ഈ
ഉമ്മാക്ക് പോകാൻ കഴിയുന്നില്ല മക്കളെ, കഴിയുന്നില്ല. ആ പോയത് വെറുതെ ഒരു പല്ലക്കല്ല, എല്ലാ പല്ലക്കും പോയി. നീലേശ്വരൻ രാജാവ് പോയി, ചരക്കോലവും പോയി, കരക്കാട്ടിടവും കൂടാളി യശമാനും എല്ലാരും പോയി. മാടും മെരുതും പോലെ നടന്ന ഞമ്മളിപ്പോ മനുഷ്യന്മാരായി. ഈ നാട് ഞമ്മള് കെട്ടിപ്പൊക്കി. മറക്കണ്ട, ഇന്റെ അടിക്കല് പാകിയത് ഇന്റെ മോൻ ഔവക്കറ ശോരയില. ഇന്റെ മക്കള് അപ്പൂന്റെയും ചിറുകണ്ടന്റെയും പൊടോര കുഞ്ഞമ്പൂന്റെയും ശോരയില. മറക്കണ്ട മക്കളെ, മറക്കണ്ട. മറക്കാൻ എന്തെളുപ്പാലേ, ഓർമ്മിക്കാനല്ലേ വിഷമം. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ. കൊളുത്തി നിങ്ങൾ തലമുറ തോറും കേടാത്ത കൈത്തിരി നാളങ്ങൾ. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ പല നാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. വന്നു ഞങ്ങൾ പല നാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി നേടി. ബലികുടീരങ്ങളെ, ബലികുടീരങ്ങളെ, സ്മരണകളിലമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ, ബലികുടീരങ്ങളെ, മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രവിശ്യകൾ ചേർന്ന് ഇന്ന് 1956 നവംബർ 1 മുതൽ ഐക്യ കേരളം നിലവിൽ വന്നിരിക്കുന്നു. നിങ്ങളെന്താണ് കുറെ ചെറുപ്പക്കാരെ ഇവിടെ വിളിക്കും മക്കളെ. ഇങ്ങോട്ട് പാടച്ചക്ക മോനാ ജാഥയിലേക്ക് ചേരണം. വിളിക്കണം കേട്ടോ.
കണ്ടാ നിങ്ങൾ അറിഞ്ഞോ മക്കളെ? നമ്മള് ജയിച്ചടാ, നമ്മുടെ പാർട്ടി ജയിച്ചടാ. ഇനി ഈ നാട് നമ്മൾ ഭരിക്കും, നമ്മുടെ പാർട്ടി ഭരിക്കും മക്കളെ. മോനെ അബു, സെൻട്രൽ ജയിലിന്റെ പുറമ്പോക്കിൽ ഉറങ്ങുന്ന നീ ഇതറിയുന്നുണ്ടാ മക്കളെ? അന്ന് നീ വിളിച്ചു പറഞ്ഞതൊക്കെ ഈ മണ്ണിൽ ഞമ്മള് നടപ്പാക്കും. അതെ, ഞമ്മള് നടപ്പാക്കും. അന്ന് ആ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചിടത്തോളം ആവേശപൂർവമല്ലാതെ നിരാശാപൂർവം നോക്കിക്കണ്ടിരുന്ന ഒരേ ഒരു ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയായിരുന്നു. എന്തുകൊണ്ട്? ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് എന്ത് സ്വപ്നമാണോ അദ്ദേഹം കണ്ടത്, ആ സ്വപ്നമെല്ലാം പൊലിഞ്ഞുകൊണ്ടാണ് ഓഗസ്റ്റ് 15-ന് ഡൽഹിയിൽ നിന്ന് യൂണിയൻ ജാക്ക് താഴെ പോയി ദേശീയ പതാക ഉയർന്നത്. അതിൽ അദ്ദേഹം അങ്ങേയറ്റം ദുഃഖിതനായിരുന്നു. എന്തുകൊണ്ട് ദുഃഖിതനായി? ഇന്ത്യയെ വെട്ടിമുറിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഖാക്കളെ, ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കേരള മുഖ്യമന്ത്രി സഖാ VMS പ്രസംഗിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഞങ്ങൾക്ക് പൊരുത്തപ്പെടാനാവാത്ത ഒരു സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുന്നത് കൊണ്ടുള്ള പരിമിതികൾ ഞങ്ങളെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. എങ്കിലും പാവപ്പെട്ടവർക്കും തൊഴിലാളി കർഷകാദി ബഹുജനങ്ങൾക്കും പരമാവധി ആശ്വാസം നൽകുന്ന നടപടി എൻ്റെ ഗവൺമെന്റ് സ്വീകരിക്കും. 3 അടിക്കല്ലുകളിലാണ് നാം കേരളത്തെ പുതുക്കി പണിയുക: ഭൂപരിഷ്കരണം, വിദ്യാഭ്യാസ പരിഷ്കരണം, അധികാര വികേന്ദ്രീകരണം. എത്ര തിരിച്ചടികൾ നേരിട്ടാലും എത്ര പിറകോട്ടടിക്കപ്പെട്ടാലും നമ്മളത് പൂർത്തിയാക്കും. വിദ്യാഭ്യാസ ബന്ധ നിയമം, ഭൂപരിഷ്കരണ നിയമം, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, VMS സിന്ദാബാദ്, VMS സിന്ദാബാദ്, VMS സിന്ദാബാദ്, VMS സിന്ദാബാദ്. അമർന്നുകത്തും ചിതയിൽ നിന്നു കൊളുത്തിയ ബന്ധങ്ങൾ, ആയിരമായിരമായി താളിപ്പടർന്ന ബന്ധങ്ങൾ. അമർന്നുകത്തും ചിതയിൽ നിന്നു കൊളുത്തിയ ബന്ധങ്ങൾ, ആയിരമായിരമായി താളിപ്പടർന്ന ബന്ധങ്ങൾ. ചോരക്കുഴലുകൾ മുറിഞ്ഞു മണ്ണിൽ പിടഞ്ഞ നേരത്തും പാടി ഞങ്ങൾ വിമോചനത്തിൻ സംഗമഹാഗീതം. സഖാക്കളെ 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 മുന്നോട്ട്, സഖാക്കളെ 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 മുന്നോട്ട്. വിക്കന്റെ തലയിലെ മച്ചിച്ചോത്തി, ചേലാടാ തണ്ട മുണ്ട മുണ്ടശ്ശേരി, മുണ്ടശ്ശേരിന്റെ മണ്ടിയിൽ എന്താ ചകരിച്ചോറോ ചരായോ മുട്ടി നമ്മള് തല്ലിയൊടിക്കും. ആയക്കരിക്ക് വകയില്ലാത്ത പാവങ്ങൾക്ക് ഇത്രക്കൊരാശ്വാസം. ഒപ്പക്ക് കൊറേ തമ്പുരാക്കന്മാർക്ക് ഹാലളി പോയി. ഇങ്ങോട്ട് വാ, ചാണകത്തിൽ ചൂല് മുക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. ഞമ്മള്
കള്ള ജാതികളെല്ലാം തോളത്ത് കൈയിട്ട് നിങ്ങള് തീയനി നായരി മാപ്പിളേനെയും ചേട്ടനെയും എല്ലാം ജാതിക്കാരും മതക്കാരും ആക്കിക്കോ. എന്നാലും നടക്കൂല മക്കളെ. ഞമ്മളോടാ കളി പോയിക്കോണാർന്ന് അറിയാല. ഞമ്മളാ കള്ളനാറികള് ക്യാമറയും കണ്ട് ഇറങ്ങിയിരിക്കണ്. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ശങ്കരനാരായണൻ. ക്രമസമാധാന ഭംഗത്തെ തുടർന്ന് ഭരണഘടനയുടെ 356 വകുപ്പ് അനുസരിച്ച് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ രാഷ്ട്രപതി പിരിച്ചുവിട്ടു. ഞമ്മക്കാരെന്നറിയ അങ്ങക്ക് കളശാമാരെ. ദാ നോക്ക്, EMSനെ ബായി തോന്നിയത് പറയാൻ, ചളിയിലിട്ട് ഷൗട്ടി തേക്കാൻ ഞമ്മളെ ചങ്കില് ജീവനുള്ള കാലം ഞമ്മളെ സമ്മതിക്കലടാ കള്ളനാറികളെ. മക്കളെ, ഇല്ല മക്കളെ, ഞമ്മള് തോക്കൂല. ഞമ്മള് തിരിച്ചു വരും. വീണ്ടും വീണ്ടും നിർത്തിയിടത്ത് ഞമ്മള് തുടങ്ങും മക്കളെ. ഞമ്മള് തോക്കൂല. ഞമ്മള് തിരിച്ചു വരും. ഞമ്മള് തിരിച്ചു വരും. ഞമ്മള് തിരിച്ചു വരും. മോനെ അബൂ, നീ ഇതറിയുന്നുണ്ടാ മക്കളെ? ഞമ്മൾ ഉറക്കൊഴിഞ്ഞ് കാത്തുവെച്ച കനവ് ആ കാട്ടുകള്ളന്മാര് തീയിലിട്ട് ചുട്ട് ഇല്ല. എന്നാലും ഞമ്മള് തിരിച്ചു വരും. പറഞ്ഞതെല്ലാം ഞമ്മള് നടപ്പാക്കൂ ചെയ്യും. മിച്ച ഭൂമി പിടിച്ചെടുക്കും. മിച്ച ഭൂമി പിടിച്ചെടുക്കും. മിച്ച ഭൂമി പിടിച്ചെടുക്കും. മിച്ച ഭൂമി പിടിച്ചെടുക്കും. 10 സെന്റ് വളച്ചു കെട്ടും. 10 സെന്റ് വളച്ചു കെട്ടും. 10 സെന്റ് വളച്ചു കെട്ടും. 10 സെന്റ് വളച്ചു കെട്ടും. കുടികിടപ്പ് സംരക്ഷിക്കും. കുടികിടപ്പ് സംരക്ഷിക്കും. കുടികിടപ്പ് സംരക്ഷിക്കും. കുടികിടപ്പ് സംരക്ഷിക്കും. ഇൻകുലാബ് സിന്ദാബാദ്. ഇൻകുലാബ് സിന്ദാബാദ്. AKG സിന്ദാബാദ്. AKG സിന്ദാബാദ്. മിച്ചഭൂമി സമരം സിന്ദാബാദ്. ചിത്തിരപ്പാടത്ത് ചിറവരമ്പിൽ വീണ പട്ടിണിക്കാരാണ് ഞങ്ങൾ. കൊട്ടുക പള്ളിയെ തമ്പുരാനാക്കുവാൻ അസ്ഥികളായവർ ഞങ്ങൾ. ഞങ്ങളും കേരള മക്കളല്ലേ, ഞങ്ങൾക്കു ഇവിടെ പൊറുത്തിടണ്ടേ. അതിനാണ് ഈ സമരം, ആളിപ്പടരും ജനസമരം. മാർത്തണമങ്ങര കായൽ നിരത്തിലെ കൈതവരം ഞങ്ങൾ. നാട്ടിയ കൊടിയത് മർദ്ദനം പേടിച്ചു മാറ്റുകയില്ലൊരു നാളും, മാറ്റുകയില്ലൊരു നാളും. മക്കളെ, മക്കളെ, അറിഞ്ഞ AKGനെ പോലീസ് പിടിച്ച്. മുടവൻ മുകൾ കൊട്ടാരത്തിൽ മിച്ചഭൂമി സമരം. ചീമേനി കൊട്ടുകാപ്പള്ളി എസ്റ്റേറ്റിലെ ഏവിയും സഖാക്കളും കൊടിനാട്ടി. യശമാനന്മാരെ ഞെട്ടിക്കോ. പറഞ്ഞതെല്ലാം നമ്മൾ മറക്കാണ്ട് ചെയ്തിട്ടുണ്ട്. കുടികിടപ്പുകാർക്ക് 10 സെന്റ് പിറന്ന മണ്ണിൽ അവകാശം. സാക്ഷരത 100% സാക്ഷരത നേടിയ ഒരേയൊരു സമൂഹം. അധികാരം അടിത്തട്ട് വരെ. യശമാനന്മാരെ ഞെട്ടിക്കോ. പറഞ്ഞതെല്ലാം നമ്മൾ മറക്കാണ്ട് ചെയ്തിട്ടുണ്ട്. प्रभो शक्तिमन् हिन्दुराष्ट्राङ्गभूता इमे सादरं नमामो वयं त्वदीयाय कार्याय वत्ताकणीयं शुभामाशिषं देहि तद्वोत्तये अजय्याञ्च विश्वस्य देहि च शक्ति कुशीलं जगद्वेदनं ब्रह्मवे सुखं चैव यत्कण्डकाकीर्णमार्गं वयं श्रीकृतन्न सुखं कारये ആരാത്? ആരാന്നാ ചോദിച്ചത്? എന്താ ഒന്നും മിണ്ടാതെ നിക്കണത്?
ആരാ? അല്ല, ഇത് നമ്മളെ ഷാജിയല്ലേ? ഇതെന്തൊരു കോലാന്ന് മോനെ നിന്റെ? കൈക്കൊരു ശോന ശരടും, നെറ്റിക്ക് വലിയൊരു ഗോപിക്കുറിയും, ഒരു കാവി മുണ്ടും. ഇതെന്താടാ ഇന്റെ കയ്യില്? കത്തിയാ? ഇതെന്തിനാടാ ഇത്? നീ എന്താ ഞമ്മളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിരിക്കുന്നു? നമ്മളെ പൊടി കിട്ടിയില്ലേ? എടാ ഉമ്മയാടാ ഇത്. നീ ഞമ്മളെ കുഞ്ഞിക്കളുവിന്റെ മോന്റെ മോനല്ലേ? ജാതിയും മതവും പറഞ്ഞു നടന്നോനെല്ലാം പണ്ട് നിന്റെ അച്ചാച്ചന്റെ പേര് കേൾക്കുമ്പോ ഞെട്ടുന്നൊരു കാലം ഉണ്ടായിനി, അറിയാ എനിക്ക്. നീ ഇന്ന് കാക്കി ട്രൗസർ വിട്ട് മുളപടിയും പിടിച്ച് കുത്താനും കൊല്ലാനും ശാവാനും നടക്കുന്നല്ലേ? ഷാജി, എന്നോട് ഉമ്മയാ പറയുന്നത്. വേണ്ടാത്തേനൊന്നും നിൽക്കാണ്ട് വീട്ടിപ്പോ. ഇങ്ങോട്ട് ഞമ്മളല്ലേ പറയുന്നു വീട്ടിൽ പോവാൻ. റബ്ബേ, നീ എന്താടാ ഈ കാട്ടിയേ? ഈ ഉമ്മാന്റെ നേരെ കത്തിയോങ്ങായി. ശരി, അപ്പോ നമ്മളെ ചോരോടിക്കണല്ലേ? നിനക്കറിയാമോനെ, നിന്റെ അമ്മ ബസൂരി വന്ന് കിടന്നപ്പോ 2 മാസം ഞമ്മടെ മുലപ്പാലാടാ നീ കുടിച്ചു വളർന്നത്, അറിയാ എനിക്ക്. മുലപ്പാല് കുടിച്ച ചുണ്ടോണ്ട് നമ്മളെ ചോരോടിക്കണല്ലേ? എന്നാ പാടാ ഇങ്ങോട്ട്, എന്നാ പാടാ ഇങ്ങോട്ട്. എന്റെ റബ്ബേ, എന്താ ഈ മക്കൾക്ക് പറ്റിപ്പോയേ? ഞമ്മക്കൊന്നും അറിഞ്ഞൂടെ റബ്ബേ? ഞമ്മക്കൊന്നും അറിഞ്ഞൂടെ പഠിച്ചോനെ? ഞമ്മക്കൊന്നും അറിഞ്ഞൂടെ? ഞമ്മക്കൊന്നും അറിഞ്ഞൂടെ? ആരാത്? എന്താ അവിടെ കാട്ടുന്നത്? ആരാന്നാ ചോദിച്ചോ? അത് സിദ്ദിഖല്ലേ? നീ എന്തിനാണ് എന്നെ കാണു പോരുന്നത്? ഉമ്മ പറയണതൊന്ന് കേക്കേന്ന്. ഓനെന്താ ഞമ്മളെ കണ്ടപ്പോ ഓടിയേ? ഓനെന്താ അവിടെ കുഴിച്ചിട്ട്? പള്ളിപ്പറമ്പില് കൊലച്ചോരയില് കുളിച്ച കൊടുവാള് കുഴിച്ചിടാൻ വന്നയാള് കള്ളശൗത്താനെ. മനുഷ്യന്മാരെ വെട്ടിക്കൊല്ലുന്ന ശൗത്താന്മാരുടെ കൂടായി പോയാ നിസ്കരിക്കണ്ട പള്ളി. എന്റെ റബ്ബേ, എന്റെ റബ്ബേ, എന്താപ്പ ഈ മക്കൾക്ക് പറ്റിപ്പോയേ? എന്താപ്പ ഈ മക്കൾക്ക് പറ്റിപ്പോയേ പഠിച്ചോനെ? ഞമ്മക്കൊന്നും അറിഞ്ഞൂടെ റബ്ബേ? ഞമ്മക്കൊന്നും അറിഞ്ഞൂടെ? എന്റെ റബ്ബേ, ഞമ്മക്കൊന്നും അറിഞ്ഞൂടെ?
ദൈവമെന്നതും ലഹളയ്ക്കൊരായുധമോ തല താഴ്ത്തുക ലജ്ജിക്കുക പകയാളിപ്പടരുന്നു തെരുവിൽ തല തല്ലുന്നു മതവൈരങ്ങൾ മതവൈരങ്ങൾ മതമെന്നത് ഭ്രാന്തിടമോ സോദരേ ദൈവമെന്നതും ലഹളയ്ക്കൊരായുധമോ തല താഴ്ത്തുക ലജ്ജിക്കുക പകയാളിപ്പടരുന്നു തെരുവിൽ തല തല്ലും മതവൈരങ്ങൾ മതവൈരങ്ങൾ എത്രയെത്ര വീടുകൾ കത്തിച്ച് ജാതിയും മതവും പറഞ്ഞ് എത്ര എണ്ണത്തിന് അരിഞ്ഞു വീഴ്ത്തി. ഇത് വല്ലതും നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ മക്കളെ? കുഞ്ഞനെന്താ കണ്ടക്കോരാ കുഞ്ഞിക്കാളോ? നിങ്ങളെല്ലാരും വാ, നിങ്ങളെല്ലാരും ഇതിന് തക്ക സമാധാനം പറയണം. ജാതിക്കും മതത്തിനും വേണ്ടി തലതല്ലി കീറി ശാവാനാണ് എന്റെ മക്കളെ ശോര കൊടുത്തേ. പറ. വിളവിന് വില കെട്ട് കടം കയറി മുടിഞ്ഞ് കെട്ടിത്തൂങ്ങി ശാകുന്ന കർഷകര്, പഠിച്ച് പഠിച്ച് പണിയില്ലാണ്ട് തെണ്ടി തളർന്ന് വണ്ടിക്ക് തലവെക്കുന്ന ചെറുപ്പക്കാര്, പൂട്ടിയ കമ്പനി വിട്ട് വീട്ടിൽ വന്ന് കൂട്ടത്തോടെ വിഷം കുടിച്ച് മരിക്കുന്ന തൊഴിലാളികള്. എന്നിട്ട് ഇതൊന്നും തിരിയാണ്ട് ഈ കള്ള പെരിച്ചാഴികളുടെ കൂടെ ജാതിയും മതവും പറഞ്ഞു നടക്കുന്ന കുറെ നാട്ടുകാരി. ഈനാണാ എന്റെ മക്കളെ ചോര കൊടുത്തേ? ഈനാണാ എന്റെ മക്കളെ ജീവൻ കൊടുത്തേ? എന്താ ആരും ഒന്നും മിണ്ടാത്തേ? എന്താ ആരും ഒന്നും പറയാത്തേ? പറ. ആരെങ്കിലും ഒന്ന് പറ. ആരെങ്കിലും ഒന്ന് പറ. മോനെ അബു, മോനെ അബു, മോനെ അബു. അന്ന് നിന്റെ ചോരയില് നമ്മള് കനവിന്റെ ഒരു കുരു നട്ട് ഈ കാട്ടുകള്ളന്മാര്
ആ മരം വെട്ടിക്കേറി തീയിലിട്ട് ചുട്ട്, എന്നിട്ടും അത് വെണ്ണീര് കടന്ന് മുറ്റി തടച്ച്. അതാ മോനെ അബൂ നമ്മുടെ ജീവിതം. ജാതിയും മതവും പറഞ്ഞ് മനുഷ്യനെ കൊന്നും കൊല്ലിച്ചും പണക്കാരന്റെ ചോര കുടിക്ക് കൂട്ടു നിൽക്കുന്ന ഈ ശൈത്താന്മാർക്ക് ഈ നാട് നമ്മൾ വിട്ടുകൊടുക്കൂല മക്കളെ, നമ്മൾ വിട്ടുകൊടുക്കൂല. മക്കളെ മക്കളെ നിങ്ങളുടെ ചോരയാ ഈ വയലിലെ പച്ചപ്പ്, നിങ്ങളുടെ ചോരയാ നമ്മളുണ്ടെന്ന ഓരോ ഉരുള ചോറിലും. വിട്ടുകൊടുക്കൂല മക്കളെ, നമ്മൾ വിട്ടുകൊടുക്കൂല. ജാതി പിശാചുക്കൾക്ക് മതപിരാന്തന്മാരിക്കും ഈ നാട് നമ്മൾ വിട്ടുകൊടുക്കൂല. മക്കളെ ഉറക്കപ്പറ, മക്കളെ ഉറക്കപ്പറ. ഞമ്മടെ പൊയ്യും ഞമ്മടെ മണ്ണും ആർക്കും വിട്ടുകൊടുക്കൂലെന്ന്. ഞമ്മടെ പണിയും ഞമ്മടെ കൂലിയും ആർക്കും വിട്ടുകൊടുക്കൂലെന്ന്. ഉറക്കപ്പറ മക്കളെ, ഉറക്കപ്പറ. അതെ, ഞാൻ അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു, മറക്കരുത്, ഒന്നും ഒരിക്കലും മറക്കരുത്. ഈ ചോരയും ചോര കുതിർന്ന ഈ കൊടിയും മറക്കരുത് മക്കളെ, ഒരിക്കലും മറക്കരുത്. ഉരുക്കു മനുഷ്യ മാംസത്തെ ചുട്ടരിച്ച നേരത്തും ഉയർത്തി ഞങ്ങൾ ചെറുത്തു നിൽപ്പിൻ വാരിക്കുന്തങ്ങൾ. ഉരുക്കു മനുഷ്യ മാംസത്തെ ചുട്ടരിച്ച നേരത്തും ഉയർത്തി ഞങ്ങൾ ചെറുത്തു നിൽപ്പിൻ വാരിക്കുന്തങ്ങൾ. കറുത്ത നേരുകൾ കടുത്ത നോവുകൾ കഴുത്തു ഞെക്കുമ്പോൾ കരുത്തു കാട്ടിപ്പിടിച്ചു നിൽക്കാൻ ചുണ്ടിലെ മന്ത്രം. സഖാക്കളെ 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 മുന്നോട്ട്